നമസ്കാരം. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രാജ്യം അതീവ ജാഗ്രതയോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അധികാരം നേടാനായിട്ട് NDAയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ശക്തമായി തന്നെ ഇപ്പോൾ മത്സരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പും അവസാനിക്കുമ്പോൾ മുന്നണികൾക്ക് നെഞ്ചിടിപ്പ് കൂടുകയാണ്. ആദ്യം വന്ന അഭിപ്രായ സർവേകളൊക്കെയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. 400 സീറ്റ് ഒറ്റയ്ക്ക് നേടുമെന്ന് പറഞ്ഞവർ അവർ വരെ ഇപ്പോൾ മാറ്റി പറയേണ്ടി വരുന്നു. അങ്ങനെ സർവേകളും അഭിപ്രായങ്ങളും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരേന്ത്യൻ ചാനൽ പുറത്തുവിട്ട ഒരു അഭിപ്രായ സർവേ റിപ്പോർട്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഏറെക്കുറെ ശരിയാണെന്ന് തോന്നുന്ന നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തിയ ഒരു അഭിപ്രായ സർവേ ആയതുകൊണ്ട് തന്നെയാണ് ഇത് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. രാജ്യത്തെ 543 സീറ്റുകളിൽ ആരാണ് വിജയിക്കുക എന്ന അഭിപ്രായ സർവേയാണ് അവർ നടത്തിയത്. ആ സർവേയിൽ കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ സർവേയിൽ ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റ് വീതം NDA നേടും, എത്ര സീറ്റ് വീതം ഇന്ത്യ മുന്നണി നേടും, മറ്റുള്ളവർ എത്ര സീറ്റ് നേടുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള 3 സംസ്ഥാനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവയാണ് ഈ 3 സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശിൽ ആകെയുള്ളത് 80 സീറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ 48, ബീഹാറിൽ 40 എന്നിങ്ങനെയാണ് സീറ്റുകൾ. ഈ 3 സംസ്ഥാനങ്ങൾ ആകെ കൂട്ടുമ്പോൾ ഇവിടെ മാത്രമായിട്ട് 168 സീറ്റുകളുണ്ട്. അതായത് ഈ 3 സംസ്ഥാനങ്ങൾ നേടിയാൽ തന്നെ രാജ്യം ഭരിക്കുന്നതിന് അടുത്തെത്തുവാനായിട്ട് കഴിയുന്ന അത്രയും പ്രതീക്ഷ നൽകുന്ന 3 സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ. ഉത്തർപ്രദേശിലെ ആകെയുള്ള 80 സീറ്റുകളിൽ 45 ഇടങ്ങളിൽ NDA വിജയിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. 34 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയും വിജയിക്കും. ഒരിടത്ത് മറ്റുള്ളവരുമാണ് വിജയിക്കുക. ഉത്തർപ്രദേശിലാകട്ടെ 34 ഇടങ്ങളിൽ വിജയിക്കുവാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായി തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കും. കാരണം 2019 കണക്കുകൾ പരിശോധിക്കുമ്പോൾ 34 സീറ്റുകൾ ഉത്തർപ്രദേശിൽ നേടുക എന്നത് ഇത്തവണ വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇനി മഹാരാഷ്ട്രയിൽ ആകെയുള്ള 48 സീറ്റുകളിൽ 20 ഇടങ്ങളിൽ മാത്രമായിരിക്കും NDA വിജയിക്കുവാനായിട്ട് സാധിക്കുന്നത്. സർവേ ഫലം പറയുന്നത് ഇങ്ങനെയാണ്. അതോടൊപ്പം തന്നെ 27 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയുമെന്നാണ് ഈ സർവേ വിശദമാക്കുന്നത്. മഹാരാഷ്ട്രയിലും ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് സാധ്യമാകുമെന്നാണ് ഈ സർവേ വിലയിരുത്തുന്നത്. ഇനി ബീഹാറിൽ ആകെയുള്ളത് 40 സീറ്റുകളാണ്. ആകെയുള്ള 40 സീറ്റിൽ 16 ഇടങ്ങളിൽ NDA വിജയിക്കുമ്പോൾ 24 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട്. അതായത് ബീഹാറിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് 2019 അപേക്ഷിച്ച് ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നുള്ള സർവേയാണിത്. അങ്ങനെ ഈ 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ 168 സീറ്റുകളുണ്ട്. അതിൽ 81 ഇടങ്ങളിൽ NDA വിജയിക്കും, 85 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കും. 2 ഇടങ്ങളിൽ മാത്രമായിരിക്കും മറ്റുള്ളവർ വിജയിക്കുക എന്ന രൂപത്തിലുള്ള കണക്കാണ് ഈ സർവേ പ്രകാരം ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 സംസ്ഥാനങ്ങളും അതിനിർണായകമാണ്. കാരണം ഈ സംസ്ഥാനങ്ങളിൽ ആരാണ് കൂടുതൽ സീറ്റുകൾ നേടുക, ആരാണ് വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക, അവർ തന്നെയാകും ഇന്ത്യ ഭരിക്കുക. ഈ സർവേ പ്രകാരം ഇരു മുന്നണികളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തുല്യമായി തന്നെ ഈ സർവേ പ്രകാരം കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് 2019 ഈ 3 സംസ്ഥാനങ്ങളിലും NDA നേടിയത് വലിയ മുന്നേറ്റമായിരുന്നു. ആ മുന്നേറ്റം 2024 എത്തുമ്പോൾ അത് നിലനിർത്തുവാനായിട്ട് NDAക്ക് ശരിക്കും പ്രയാസമായിരിക്കുമെന്നും ഇന്ത്യ മുന്നണിയുടെ ഒരു കുതിച്ചുകയറ്റം ഉത്തർപ്രദേശിലടക്കം ഉണ്ടാകാൻ കഴിയുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഏതായാലും നിഷ്പക്ഷമായിട്ട് വന്ന ഈ ഒരു സർവേ ഏതാണ്ട് ശരിയെന്ന് തോന്നുന്ന സർവേ കൂടിയാണ്. അടുത്ത 3 സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളം, പഞ്ചാബാണ്. അത്യാവശ്യം സീറ്റുകൾ കൂടുതലുള്ള 3 സംസ്ഥാനങ്ങളാണിവ. തമിഴ്നാട് ആകെയുള്ളത് 39 സീറ്റുകളാണ്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ സീറ്റ് ഏതാണ്ട് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ആകെയുള്ളത് 39 സീറ്റുകളാണ്. ആ 39 സീറ്റുകളിൽ ഒരിടത്ത് പോലും ഇത്തവണ NDA നേടില്ലെന്നാണ് ഈ സർവേ പറയുന്നത്. 39 സീറ്റും ഇന്ത്യ മുന്നണിക്കായിരിക്കും 2024 നേടാൻ സാധിക്കുക. 2019 ഒരു സീറ്റ് NDA നേടിയിരുന്നു തമിഴ്നാട്ടിൽ. എന്നാൽ അതുകൂടി നേടാനായിട്ട് ഇത്തവണ NDAക്ക് സാധിക്കില്ലെന്നാണ് സർവേ പറയുന്നത്. ഇനി കേരളമാണ് അടുത്തത്. കേരളത്തിൽ ആകെയുള്ളത് 20 സീറ്റുകളാണ്. ആകെയുള്ള 20ൽ 20ഉം ഇന്ത്യ മുന്നണി തന്നെ ആയിരിക്കും നേടുക. ഒരു സീറ്റ് പോലും തുറക്കാനായിട്ട് NDAക്ക് കേരളത്തിൽ സാധിക്കില്ല എന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി പഞ്ചാബിൽ ആകെയുള്ള 13 സീറ്റിൽ 10 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയും 3 ഇടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. BJPക്ക് അവിടെയും ഒരു സീറ്റ് പോലും നേടാനായിട്ട് സാധിക്കില്ലെന്നാണ് സർവേ പറയുന്നത്. ഈ പറഞ്ഞ കേരളം, അതുപോലെ തമിഴ്നാട്, പഞ്ചാബ് എന്നീ 3 സംസ്ഥാനങ്ങളിലും BJP 0 ആയിരിക്കുമെന്ന രൂപത്തിലുള്ള സർവേ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തെ സംബന്ധിച്ച് 3 മണ്ഡലങ്ങൾ BJP വലിയ വിജയപ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു സീറ്റ് പോലും നേടാനായിട്ട് BJPക്ക് ഇത്തവണ കേരളത്തിൽ സാധിക്കില്ല എന്നാണ് സർവേ പറയുന്ന റിപ്പോർട്ട്.
അടുത്ത പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവ. രാജസ്ഥാനിലാകട്ടെ 2019 തെരഞ്ഞെടുപ്പിൽ BJP ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. അവിടെ മുഴുവൻ സീറ്റും BJP തൂത്തുവാരിയതാണ്. രാജസ്ഥാനിൽ ആകെയുള്ളത് 25 സീറ്റുകളാണ്. 2019 25 നേടിയ രാജസ്ഥാനാകട്ടെ ഇത്തവണ 25 18 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത്. ബാക്കി 7 സീറ്റുകൾ ഇന്ത്യ മുന്നണി രാജസ്ഥാനിൽ തിരിച്ചുപിടിക്കുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. ഇനി മധ്യപ്രദേശിൽ ആകെയുള്ളത് 29 സീറ്റുകളാണ്. 29ൽ 9 ഇടങ്ങളിൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ 20 ഇടങ്ങളിൽ NDAക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് സർവേ പറയുന്നത്. ഇനി ഗുജറാത്തിലാകട്ടെ ആകെയുള്ളത് 26 സീറ്റുകളാണ്. ഗുജറാത്തിലും BJPയുടെ ആധിപത്യമായിരിക്കും കാണാനായിട്ട് സാധിക്കുക. 26 സീറ്റുകളിൽ 20 സീറ്റുകളും BJP നേടുമെന്ന് പറയുന്നു. ഇന്ത്യ മുന്നണിയാകട്ടെ ഗുജറാത്തിൽ 6 സീറ്റുകളിൽ ഒതുങ്ങുമെന്നും പറയുന്നു. ഈ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിലും, അതായത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ BJPയുടെ തേരോട്ടമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. BJPയുടെ വലിയ മുന്നേറ്റമായിരിക്കും കാണാനായിട്ട് സാധിക്കുക എന്നാണ് സർവേ ഫലം പറയുന്നത്. അതേസമയം കഴിഞ്ഞ തവണ നേടാൻ സാധിക്കാതെ പോയ പല സീറ്റുകളും ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് നേടുവാനായിട്ട് കഴിയുമെന്നാണ് ഈ ഒരു സർവേ വിലയിരുത്തുന്നത്. ഇനി അടുത്തത് കർണാടക, തെലങ്കാന, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ കർണാടകയിൽ ആകെയുള്ളത് 28 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ ഇവിടെ വലിയൊരു മുന്നേറ്റം സാധ്യമാക്കിയ NDA വിജയം നേടിയ സംസ്ഥാനമാണ് കർണാടക. അതായത് ആ കർണാടകയിൽ ആകെയുള്ള 28 സീറ്റുകളിൽ ഇത്തവണ അതിൽ 16 സീറ്റുകളിൽ വിജയിക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്ന സർവേ ഇപ്പോൾ വരുന്നുണ്ട്. എന്നാൽ വെറും 12ലേക്ക് NDA ഒതുങ്ങും എന്ന് പറയുന്നുണ്ട്. 2019 ഫലം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ NDAക്ക് വലിയ ക്ഷീണം തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം 2023 നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റമാണ് കർണാടകയിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് സർവേ ഫലം വരുന്നത്. ഇനി തെലങ്കാനയിൽ ആകെയുള്ളത് 17 സീറ്റുകളാണ്. ഈ 17 സീറ്റുകളിൽ 12 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കും. 2 ഇടങ്ങളിൽ NDAയും അതുപോലെ 3 സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്ന രീതിയിലുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള 4 സീറ്റുകളിൽ 2 വീതം ഇന്ത്യ മുന്നണിയും NDAയും നേടുമെന്നാണ് സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ 3 സംസ്ഥാനങ്ങൾ കർണാടക, തെലങ്കാന, അതുപോലെ ഹിമാചൽ, ഇവിടെയൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഒരു തരംഗമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ആകെ നമ്മൾ 369 സീറ്റുകൾ പറഞ്ഞപ്പോൾ 155 ഇടങ്ങളിൽ NDA വിജയിക്കുമെന്നും 206 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുള്ള സൂചനകളും അതുപോലെ തന്നെ 8 ഇടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്നാണ് സർവേ ഫലം പുറത്തു വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സർവേയുടെ കണക്കുകൾ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത് നടക്കാൻ സാധ്യത തോന്നുന്ന ഒരു കണക്കായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇനി അടുത്തത് പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, അതുപോലെ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. ഈ 3 സംസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബംഗാളിൽ ആകെയുള്ളത് 42 സീറ്റുകളാണ്. 42ൽ 12 സീറ്റ് നേടാനായിട്ട് NDAക്ക് കഴിയുമെന്നാണ് സർവേ. 5 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണിയും നേടും. 25 സീറ്റുകൾ മറ്റുള്ളവരും നേടും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള സീറ്റുകൾ 25ആണ്. ഈ 25ലാകട്ടെ 4 സീറ്റുകൾ NDA നേടും, 2 സീറ്റുകൾ ഇന്ത്യ മുന്നണിയെ നേടും. അതുപോലെ മറ്റുള്ളവർ അവിടെ 19 സീറ്റുകൾ നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത്. ഇനി ഒഡീഷയിലാണ്, അവിടെയാണ് ആകെയുള്ളത് 21 സീറ്റുകളാണ്. ഈ 21ൽ 10 സീറ്റുകൾ മറ്റുള്ളവർ നേടും, 3 സീറ്റ് ഇന്ത്യ മുന്നണി നേടും. അതുപോലെ 8 സീറ്റുകൾ NDA നേടുമെന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത്. പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഒരല്പം ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. BJPക്ക് ഒരു ചെറിയ മുന്നേറ്റം ഈ സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കും. എന്നിരുന്നാലും മറ്റുള്ള പാർട്ടികളാണ് ഈ സംസ്ഥാനങ്ങളിൽ കൂടുതൽ മുന്നേറ്റത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ആകെ 457 ഇടങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ 179 സീറ്റുകളാണ് NDA വിജയിക്കുന്നത്. 216 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കും. 62 സീറ്റുകൾ മറ്റുള്ളവർ വിജയിക്കും. ഈ സർവേ ഫലങ്ങളിൽ നിന്നും മറ്റുള്ള വിഭാഗത്തിലുള്ളവർ, അതായത് ഇത്തവണത്തെ സർക്കാർ ഉണ്ടാക്കാനായിട്ട് മുന്നണികൾ കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടികളുടെ പിന്തുണ അതിനിർണായകമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മാറുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് 3 സംസ്ഥാനങ്ങൾ, അതായത് ദില്ലി, ഹരിയാന, ഉത്തരാഖണ്ഡ് ഇവയാണ്. ദില്ലിയിലാണ് ആകെയുള്ളത് 7 സീറ്റുകളാണ്. 7ൽ 4 സീറ്റിലും ഇത്തവണ NDA വിജയിക്കുമെന്ന് പറയുന്നു. 3 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും സർവേ വിലയിരുത്തുന്നുണ്ട്. അടുത്തത് ഹരിയാനയാണ്. ഹരിയാനയിലാകട്ടെ ആകെ 10 സീറ്റുകളിൽ 4 സീറ്റുകളിൽ NDA വിജയിക്കുമെന്നും 6 സീറ്റുകൾ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് സർവേ പറയുന്നത്. ഉത്തരാഖണ്ഡിലാകട്ടെ ആകെയുള്ള 5 സീറ്റിൽ 4 സീറ്റുകൾ NDAക്കും 1 സീറ്റ് ഇന്ത്യ മുന്നണി നേടുമെന്നുമാണ് സർവേ പറയുന്നത്. ഇനി അടുത്ത 3 സംസ്ഥാനങ്ങൾ ജാർഖണ്ഡും ഛത്തീസ്ഗഡ് അതുപോലെ ആസാം എന്നീ സംസ്ഥാനങ്ങളാണ്.
ജാർഖണ്ഡിലെ ആകെയുള്ള 14 സീറ്റുകളിൽ 5 ഇടങ്ങളിൽ NDA വിജയിക്കുമെന്നും 9 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് സർവേ വിലയിരുത്തുന്നത്. ഛത്തീസ്ഗഡിലെ ആകെയുള്ള 11 സീറ്റുകളിൽ 8 സീറ്റുകൾ NDA വിജയിക്കുമെന്നും 3 സീറ്റുകൾ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് സർവേ പറയുന്നത്. ഇനി അസാമിൽ 14 സീറ്റുകളിൽ 7 സീറ്റുകൾ NDA വിജയിക്കുമെന്നും 6 സീറ്റുകൾ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 1 സീറ്റ് മറ്റുള്ളവർ വിജയിക്കുമെന്നുമാണ് പറയുന്നത്. ഈ പറഞ്ഞ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അതുപോലെ അസാം എന്നീ 3 സംസ്ഥാനങ്ങളിലും NDAയുടെ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആകെ 518 സീറ്റുകൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ അതിൽ 213 സീറ്റുകൾ NDA വിജയിക്കുമെന്നും 251 സീറ്റുകൾ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും 63 സീറ്റുകളിൽ മറ്റുള്ളവർ വിജയിക്കുമെന്നുമാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് ജമ്മു കാശ്മീർ അതുപോലെ മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ്. ജമ്മു കാശ്മീരിൽ ആകെ 5 സീറ്റുകളാണ്. ഈ 5-ൽ 4 സീറ്റുകളും ഇന്ത്യ മുന്നണി വിജയിക്കും. 1 സീറ്റ് NDA വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. ഇനി മണിപ്പൂരിലാണ്. മണിപ്പൂരിൽ 2-ൽ 2 ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ പുറത്തു വരുന്നത്. ഗോവയിലാകട്ടെ 2 സീറ്റുകളിൽ ഓരോന്ന് വീതം NDAയും ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നും സർവേ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ മണിപ്പൂരിൽ BJP 0 നേടുക. കാരണം ആകെയുള്ള 543 സീറ്റുകളിൽ ഇപ്പോൾ NDAക്ക് 221 സീറ്റുകളും ഇന്ത്യ മുന്നണിക്കാകട്ടെ 258 സീറ്റുകളും മറ്റുള്ളവർക്ക് 64 സീറ്റുകൾ എന്നിങ്ങനെയാണ് സർവേ ഫലം പുറത്തു വരുന്നത്. കേവല ഭൂരിപക്ഷം എന്ന കടമ്പ കടക്കാനായിട്ട് NDA, ഇന്ത്യ മുന്നണി എന്നീ 2 പേർക്കും വലിയ പ്രയാസമായിരിക്കുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.